മാഷേ, മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും നേരെ കടുത്ത രീതിയിലുള്ള ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന ആലോചനയിലാണ് ഇപ്പോൾ പാർട്ടി ഉള്ളത്. പല കോണുകളിൽ നിന്നും കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇപ്പോൾ അതാ കാന്തപുരം വിഭാഗം അവരുടെ ഒരു ലേഖനത്തിൽ അവർ കടുത്ത രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് ഹിന്ദുത്വ പ്രചാരണത്തിൽ ന്യൂനപക്ഷ പ്രീണനം കാരണമാണ് ലോക്സഭയിൽ പരാജയം സംഭവിച്ചതെന്ന പ്രചരണം, ഹിന്ദുത്വ പാർട്ടികൾ നടത്തുന്ന പ്രചാരണത്തിൽ CPM വീണുപോയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ADGPയുടെ കൂടിക്കാഴ്ച, തൃശ്ശൂരിലെ BJPക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഇതിലൂടെ അവർ ഉന്നയിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അല്ലെ, റിസാലയിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് കാന്തപുരം അബൂബക്കർ ഹാജിയുടെ വാർത്തകളാണല്ലോ. അതെ, അതിന് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ സ്വഭാവത്തെക്കാൾ ഉപരിയായിട്ടുള്ള മതപരമായിട്ടുള്ള കാഴ്ചയും ഭീഷണിയും ഉണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതാണ്. കാരണം അവർ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായിട്ട് മതകേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണ് എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന കാര്യങ്ങളിൽ അവരുടെ താല്പര്യങ്ങൾ വളരെ പ്രകടമായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM തോറ്റു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് തോറ്റു എന്ന ചർച്ച വരുന്നിടത്ത് മാത്രമാണ് അത് മുസ്ലിം പ്രീണനത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ച ദുരന്തമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നത്. അത് ഹിന്ദുത്വ പാർട്ടിയുടെ വിലയിരുത്തലല്ല. ഞങ്ങളെപ്പോലുള്ള ഇടതുപക്ഷ വിമർശകരായിട്ടുള്ള ആളുകൾ, ഇടതുപക്ഷം നിൽക്കുന്ന ആളുകളും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണത് ശരിക്കും പറഞ്ഞത്. കാരണം മതങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളരാൻ കഴിയില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് മതേതര ആശയം തന്നെയാണ്. മാത്രമല്ല വർഗബോധത്തിൽ ഊന്നി നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്തവും അതേപോലെ തന്നെ അതുണ്ടാക്കുന്നതായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളും അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുമായിട്ടൊരു പ്രധാനപ്പെട്ട ചുമതല. അതാണ്. അല്ലാതാണ്ട് അവർ മുസ്ലിങ്ങളെ നന്നാക്കാനോ ക്രിസ്ത്യാനികളെ നന്നാക്കാനോ ഹിന്ദുക്കളെ നന്നാക്കലോ നടക്കൽ അവരുടെ ജോലിയല്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനായിട്ട് മുസ്ലിം പ്രീണനം നടത്തിയാൽ നല്ലതാണ് എന്ന് CPM കരുതുകയും, CPM കരുതുന്ന പറഞ്ഞാൽ CPMലെ പ്രവർത്തകരല്ല, CPMൻ്റെ മുകളിലിരിക്കുന്നതായിട്ടുള്ള നേതാക്കൾ, പിണറായി വിജയൻ അടക്കമുള്ളതായിട്ടുള്ള നേതാക്കൾ കരുതുകയും ആ ആശയങ്ങൾ സമൂഹത്തിലേക്ക് പതുക്കെ അവർ പടർത്തിവിടാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് സഖാവ് ഇളമരം കരീം മത്സരിക്കുന്ന സമയത്ത് അവിടെ അവർ വെച്ച ഫ്ലക്സ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് കരീമിക്ക എന്നാണ്. അപ്പോൾ ഈ കരീമിക്ക എന്ന് പറയുന്നത് എന്തിനാണ്? കരീം മുസ്ലിമാണ് എന്ന് സമർത്ഥിക്കാനും മുസ്ലിങ്ങളുടെ വോട്ട് പോരട്ടെ എന്ന് പറയാനും വേണ്ടിയിട്ടാണ്. കോൺഗ്രസ്സുകാർ അപ്പുറത്ത് രാഘവേട്ട എന്ന് പറഞ്ഞിട്ടും ബോർഡ് വെച്ചു. ഇങ്ങനെ രാഘവേട്ടനും കരീമിക്കയും ഒക്കെ കൂടി കേരളത്തിൽ മത്സരിക്കാൻ നടക്കുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ നിന്നപ്പുറമായിട്ട് മതത്തിലേക്കും പ്രീണനങ്ങളിലേക്കും പോകുന്നു എന്നുള്ളതാണ് ശരിയായ വിലയിരുത്തൽ. ഇത് CPMന് യോജിച്ചതല്ല എന്ന് CPMനകത്ത് നിൽക്കുന്നതായിട്ടുള്ള CPM പ്രവർത്തകർക്ക് തോന്നുകയും അവർ പലരും അതിനെതിരായിട്ട് നിലപാടെടുക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വശത്ത് ഒരു തോൽവിക്ക് ഒരു കാരണമല്ല, ഒരുപാട് കാരണങ്ങൾ. അതിലൊരു കാരണമാണ് ഈ കാരണം എന്ന് പറയുന്നത്. മറ്റ് നിരവധി കാരണം എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്സഭയിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കേന്ദ്രത്തിൽ ആരാണ് ശക്തി പ്രാപിക്കേണ്ടത് അവർക്ക് വോട്ട് കൊടുക്കുക എന്ന് പറയുന്ന സമീപനമാണ് മിക്കവാറും തന്നെ വോട്ടേഴ്സ് കാണിക്കുക. അപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നതാണ് CPM വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യമുണ്ട്, അതിനകത്ത് ഒന്ന് കോൺഗ്രസും അതേപോലെ തന്നെ CPM ഒക്കെ ഇന്ത്യ മുന്നണി എന്ന നിലക്കാണ് കേന്ദ്രത്തിലെത്തുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താലും അതേപോലെ തന്നെ CPMന് വോട്ട് ചെയ്താലും വലിയ വ്യത്യാസമില്ല എന്ന് സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മുസ്ലിം ന്യൂനപക്ഷം കൂട്ടമായിട്ട് യഥാർത്ഥത്തിൽ CPMനെതിരെ വോട്ട് ചെയ്തു. അത് മുസ്ലിങ്ങൾക്ക് തന്നെ ഈ മുസ്ലിം പ്രീണനം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം അവർ അങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളല്ലാത്തതായിട്ടുള്ള വിഭാഗങ്ങൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമൊക്കെ എന്ത് ചെയ്യും? മുസ്ലിങ്ങൾക്കെതിരെ കുതിര കയറും, അവരുടെ നെഞ്ചത്ത് കയറുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ അതിന് നിന്നു കൊടുക്കണ്ട എന്ന് നല്ല മുസ്ലിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം ഒരു വശത്ത്. പിന്നെ എപ്പോഴും CPMനെതിരായിട്ട് വോട്ട് ചെയ്യുന്നതായിട്ടുള്ള മുസ്ലിങ്ങളുമുണ്ട്. ഇവരെല്ലാവരും കൂടി കൂട്ടായിട്ട് വോട്ട് ചെയ്തപ്പോൾ CPM തോറ്റു, എത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട്, മതവിശ്വാസികളുണ്ട്. മതം മനസ്സിൽ തീവ്രമായ ആശയമായിട്ട് ഉൾക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്.
അവരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കണമെങ്കിൽ, അവർ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്, അവരെ അടുപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രീണനം നടത്തുക എന്നല്ലാതെ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുക? കാരണം പഴയ കമ്മ്യൂണിസ്റ്റ് ആശയം മുമ്പോട്ട് കൊണ്ടുപോയി നടപ്പിലാക്കുകയാണെങ്കിൽ വേര് പിടിക്കില്ല. കാരണം ആളുകൾ തന്നെ അത് തള്ളിക്കളയുമെന്നൊരു ബോധം, ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഒരു പ്രീണനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. പാർട്ടി വളരണമെന്ന് പാർട്ടിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഗോവിന്ദ മാഷ് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മതവിശ്വാസികളെ അകറ്റുന്നില്ല, മതവിശ്വാസികൾക്കും ഇതിൽ പാർട്ടിയിൽ അണിചേരാം, പ്രവർത്തിക്കാമെന്ന്. അല്ല, ഇത് വളരെ രസകരമായ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് CPM-ൻ്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പറയുന്നൊരു കാര്യമാണ്. കാരണം മതവിശ്വാസത്തിനെതിരായിട്ട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിക മേഖലയിൽ ആരും പറഞ്ഞിട്ടില്ല. അതായത് അമ്പലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനാവാം, ആവാം, തെറ്റില്ല. കേരളത്തിൽ അമ്പലത്തിൽ പോകാത്ത ആരാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നടക്കുന്നത്? ആരുടെയൊക്കെ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് അമ്പലത്തിലും പള്ളിയിലൊന്നും ഇവരൊന്നും പോകാൻ പാടില്ല എന്ന് തെറ്റിദ്ധരിക്കുകയും, അങ്ങനെ ധരിക്കുകയും കാലാകാലങ്ങളായിട്ട് അങ്ങനെ കരുതപ്പെടുകയും എന്നാൽ ഒളിച്ചും പതുങ്ങിയും ഇവരൊക്കെ അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു മനുഷ്യന് വിശ്വാസിയോ അവിശ്വാസിയോ ആകാം, അത് മനുഷ്യാവസ്ഥയുടെ ഒരു ഭാവം മാത്രമാണ്. അത് കമ്മ്യൂണിസമായിട്ട് ബന്ധപ്പെട്ട ഒരേ ഒരു കാര്യമല്ല. ഒന്ന്. രണ്ട്, കമ്മ്യൂണിസം ആരംഭിക്കുന്നത് എന്തിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ ആശയം എന്ന നിലക്കാണോ പരിശോധിക്കേണ്ടത്? അത് മുതലാളിത്തത്തിൻ്റെ, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിൻ്റെ ദുരന്തത്തിനെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് വളർന്നു. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് സംജാതമായ ഒരു പ്രതിഭാസമാണ്. അതാണ് ആധുനിക മുതലാളിത്തം എന്ന് പറയുന്നത്. ആ മുതലാളിത്തം തൊഴിലാളികളെ വലിയ തോതിൽ ചൂഷണം ചെയ്യുമ്പോൾ ആ ചൂഷണത്തിൽ നിന്ന് അവരെ മുക്തരാക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് യഥാർത്ഥത്തിലുണ്ടായിരുന്നത്. അതിൻ്റെ പേരിലാണല്ലോ വർക്കേഴ്സ് ഓഫ് ആൾ കൺട്രീസ് യുണൈറ്റ്, യു ഹാവ് നത്തിങ് ടു ലോസ് ബട്ട് ഓൺലി ചെയിൻസ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ലോക തൊഴിലാളി വർഗത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് മാറിയത്. അവിടെ നിന്ന് തൊഴിലാളികൾ എത്രയും മാറിപ്പോയി. തൊഴിലാളികൾ വല്ലാതെ മാറി, തൊഴിലാളികൾ വളരെ സമ്പന്നരായി മാറി. ഇന്നത്തെ തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് പല തലത്തിലും പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉയർന്ന കൂലിയാണ് കിട്ടുന്നത്. ഒന്ന്, മുതലാളിത്തത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. IT മേഖലയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ആ IT ബിസിനസ് നല്ല രീതിയിൽ നിലനിൽക്കുന്നതിന് ഏറ്റവും മികച്ച തോതിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള തൊഴിലാളിയൊക്കെ കമ്പനിയുടെ പാർട്ട്ണർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഷെയർസ് കൊടുത്ത് അവരതിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന തരത്തിലേക്ക് മുതലാളിത്തത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടും ഇതേപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ജപ്പാൻ പുതിയൊരു ലോകമായിട്ട് വളർന്നു വരുന്ന സമയത്ത് മാനേജ്മെൻറ്റ് ക്യാപിറ്റലിസം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിലും വൈകാരികമായിട്ടുള്ള മാനുഷ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ജപ്പാനാണ്. അത് അത്ഭുതകരമായിരുന്നു. കാരണം ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിൽ പണിയെടുക്കുന്നതായിട്ടുള്ള തൊഴിലാളി എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ് എന്ന് കണക്കാക്കപ്പെടുകയും എല്ലാ വാരാന്ത്യങ്ങളിലും കമ്പനി മുതലാളിയുടെ വീട്ടിൽ എല്ലാ തൊഴിലാളികളും വിളിച്ചു വരുത്തി ആ തൊഴിലാളികൾക്ക് ഭക്ഷണം മുഴുവനും കമ്പനിയുടെ ഉടമയുടെ ഭാര്യ തന്നെ അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കി വിതരണം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. എന്നുവെച്ചാൽ ഇവരെ കുടുംബാംഗങ്ങളാക്കി മാറ്റി. അതായത് പഴയ കാലത്തെ ചൂഷണത്തിന് മാത്രം വിധേയരായിട്ടുള്ള തൊഴിലാളികളല്ല പിന്നീട് പുതിയ ലോകത്ത് തൊഴിലാളികളായി മാറി. അപ്പോൾ തൊഴിലാളികളുടെ സ്വഭാവത്തിന് വലിയ മാറ്റങ്ങളൊന്നും അവർക്ക് ചൂഷണ വിമുക്തമായിട്ടുള്ള തലങ്ങളിലേക്ക് വികസിക്കാനായിട്ട് കഴിഞ്ഞു. ആ ഘട്ടങ്ങളിലുമൊക്കെ ചൂഷണത്തിന് വിധേയമാക്കപ്പെട്ട ഒരുപാട് ആളുണ്ട്. ഇപ്പോൾ വീട്ടുവേലക്ക് പോകുന്നതായിട്ടുള്ള തൊഴിലാളി സ്ത്രീകളെന്ന് പറയുന്നത് ഇപ്പോഴും പലതരം ചൂഷണങ്ങൾക്ക് വിധേയരായിരിക്കുന്ന ആളുകളാണ്. അതേപോലെ പലയിടങ്ങളിലും ജോലി ചെയ്യുന്നിടത്ത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ സ്ത്രീകൾ പണിയെടുക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വലിയ ചൂഷണം നടക്കുന്നുണ്ട്. ഇതിനൊക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ പ്രവർത്തിക്കേണ്ടത്. അത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിൽ അവരെന്ത് ചെയ്യണം? അവരുടെ സൈദ്ധാന്തികമായിട്ടുള്ള രീതികളെ മാറ്റിപ്പണിയാണ്. വിശ്വാസത്തിനും അവിശ്വാസത്തിനും യാതൊരുവിധമായിട്ടുള്ള പ്രസക്തി ഇവിടെയില്ല. കാരണം യൂറോപ്പിലൊക്കെ പള്ളികളിൽ പോകാൻ ആളില്ലാത്ത കാലാവസ്ഥയാണ് ഉണ്ടായിരിക്കും. ഇവിടെ പലതരം മതങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ, മതസ്പർദ്ധ നിലനിൽക്കുന്നതിൻ്റെ പേരിലാണ് പള്ളികളിൽ പോകാനും അമ്പലങ്ങളിൽ പോകാനായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഉള്ളത്. കാരണം ആളുകൾക്ക് അതിൽ വലിയ താല്പര്യമില്ല. വിശ്വാസം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും സ്വകാര്യ പ്രശ്നമാണ്, സ്വകാര്യമായിട്ടുള്ള കാഴ്ചപ്പാടാണ്, സ്വകാര്യമായിട്ടുള്ള ഒരു ചിന്തയാണ്. അതിലെനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഈശ്വര വിശ്വാസിയും അതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുമായിട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കും. അതിലെന്തെങ്കിലും ഒരു വൈരുദ്ധ്യമില്ലേ? അല്ല, അതിലെന്താണ് വൈരുദ്ധ്യം എന്ന് എനിക്ക് മനസ്സിലാവാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വര വിശ്വാസിയായിട്ടും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം കാലം മാറുന്നതിനനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, എല്ലാ സമൂഹങ്ങൾക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ മാറ്റത്തിന് അനുസൃതമായിട്ട് ഇവർ ഈ പുതിയ മനുഷ്യനെ നിർമ്മിച്ചെടുക്കണ്ടേ?
അങ്ങനെ പുതിയ മനുഷ്യനെ നിർമ്മിച്ചെടുക്കുമ്പോൾ പഴയ കാലത്തെ വിശ്വാസമാണ് ഇന്നത്തെ വിശ്വാസികൾക്കുള്ളത് ആണോ? അല്ല. അല്ല, വിശ്വാസത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥതയൊന്നും ഇന്നത്തെ ആളുകൾ കാണിക്കുന്നില്ല. പഴയ കാലത്തെ ആളുകൾ ഈ അമ്പലത്തിൻ്റെ മുന്നിലുള്ള തൃശ്ശൂലത്തിലൊക്കെ അവരുടെ നെറ്റിയോ ശരീരമൊക്കെ കുത്തിക്കീറുമായിരുന്നു. അങ്ങനെ കുത്തിക്കീറാൻ പറ്റുന്ന ആത്മാർത്ഥതയും അതേപോലെ തന്നെ ത്യാഗമനോഭാവമൊക്കെ അക്കാലത്ത് വിശ്വാസികൾക്കുണ്ടായിരുന്നു. ഇന്നത്തെ വിശ്വാസികൾ അങ്ങനെ അവരുടെ ഏതെങ്കിലും ശരീരഭാവമൊക്കെ മുറിച്ച് ചോര ഒഴുക്കാനൊക്കെ തയ്യാറാവുന്ന വിശ്വാസികളുണ്ടാവും? ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അല്ല, വിശ്വാസത്തിന് മാറ്റം വന്നു. അതേപോലെ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് മാറ്റം വന്നു. എല്ലാത്തിനും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തെ ഉൾക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നൊരു സമൂഹമായിട്ട് പുതിയ സമൂഹം മാറേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ വിലയിരുത്താനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കേരളത്തിൽ ഈ മതപ്രീണനം നടത്തി മുസ്ലിങ്ങളെ അവരുടെ കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചൊരു പ്രശ്നമാണ്. ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് എന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രൊഫസർ എം.എൻ. വിജയൻ ഈ കാര്യം അദ്ദേഹത്തിൻ്റെ പാഠം എന്ന് പറയുന്നതായിട്ടുള്ള മാഗസിനകത്ത് അതിൻ്റെ ഒരു തലക്കെട്ട്, പാഠം മാഗസീൻ്റെ തലക്കെട്ട് ഇപ്പം വ്യാപകമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. പല പഴയ കമ്മ്യൂണിസ്റ്റുകളുടെയും സ്റ്റാറ്റസ് ഒക്കെ ഈ ഒരു പാഠം മാഗസീൻ്റെ തലക്കെട്ടാണ്. ആ തലക്കെട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആ തലക്കെട്ട് ഇങ്ങനെയാണ്: പാർട്ടിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് പിണറായി വിജയൻ നയിക്കുന്ന ഘോഷയാത്ര. ആ വാക്കുകൾ ഇപ്പോൾ അന്വർത്ഥമായി തീരും. അതെ, അത് വളരെ സത്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടിയെ കൊന്ന് അതിൻ്റെ ശവം ചുവന്ന് നടക്കുന്ന ശവം ചുമട്ടുകാരനായിട്ട് പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പശ്ചാത്തലത്തിലാണ് റിസാല എന്ന് പറയുന്ന ഈ മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള മാഗസിൻ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് പരിശോധിക്കേണ്ടി വരുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് മലപ്പുറത്തെ ക്രിമിനൽ തലസ്ഥാനമാക്കാനുള്ള ഹിന്ദുത്വ വർഗീയ സംഘടനകളുടെ പദ്ധതി ഇടതുപക്ഷത്തിൻ്റെ ചെലവിൽ നടപ്പിലാക്കി. അതോടൊപ്പം തന്നെ RSSൻ്റെ കൂടിക്കാഴ്ച, ADGPയുടെ കൂടിക്കാഴ്ചയിൽ പറ്റി പാർട്ടിക്ക് ഇത്രയും നേരമായിട്ടും പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള മറുപടിയും പറയാനില്ല. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഹിന്ദുത്വ ചങ്ങാതിമാരൊപ്പം പാർട്ടി ചേർന്നതിനെക്കുറിച്ച് ഈ മുഖപ്രസംഗത്തിൽ, റിസാലയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഒരു രാഷ്ട്രീയ നിലപാടും ഇല്ലാത്ത തരത്തിൽ പിണറായി വിജയൻ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ട് ദുരന്തങ്ങൾ CPMനുണ്ടായി. ഒന്ന്, CPMനോട് എന്തെങ്കിലും ആനുകൂല്യം കാണിക്കാൻ ശ്രമിച്ചിരുന്നതായിട്ടുള്ള മുസ്ലിങ്ങൾ CPMൻ്റെ മുഖ്യ ശത്രുക്കളായി മാറി. അതേപോലെ തന്നെ CPMനകത്ത് പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള ഹിന്ദുക്കളും എന്ത് ചെയ്തു? CPMൻ്റെ മുഖ്യ ശത്രുക്കളായി മാറി. അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തല്ലി ഓടിച്ച ഒരു മനുഷ്യനായിട്ട് ആര് മാറിയിരിക്കുകയാണ്? പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം നമ്മളെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാഷിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇപ്പം നേരിടുന്ന ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മതനിരപേക്ഷ കക്ഷികൾക്കൊപ്പവും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ കൂടെയും നിന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരം ആളുകളെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ചില തൽപര കക്ഷികൾ നടത്തുന്ന പ്രചാരവേലകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ അദ്ദേഹത്തിന് വിശദീകരിച്ച് സ്വയം പായസം കഴിച്ച് ആശ്വസിച്ചുറങ്ങാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ചുറ്റുപാടും നടക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഈ പാർട്ടി സെക്രട്ടറി കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുമില്ല. മാർക്സിസത്തിൻ്റെ എന്തെങ്കിലും കണ്ണോ കാഴ്ചപ്പാടോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഗതികെട്ട വർത്തമാനത്തിലേക്ക് അദ്ദേഹത്തിന് എത്തേണ്ടി വരുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് എന്ത് ഫോഷ്കാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഇയാൾ വെറുക്കുന്നു, ക്രിസ്ത്യാനികൾ വെറുക്കുന്നു, മുസ്ലിങ്ങൾ വെറുക്കുന്നു. എല്ലാ ആളുകളെയും വെറുപ്പിച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോവുക. അസാധ്യമാണ് മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 1957 EMS സർക്കാരിൻ്റെ കാലത്ത് സാമ്രാജ്യത്വ പിന്തുണയോടെ നടന്ന വിമോചന സമരത്തിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ. വിമോചന സമരത്തിന് സമാനമായൊരു സാഹചര്യം ഇനി കേരളത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇയാളിത് പറഞ്ഞതിൻ്റെ പേരിൽ ആളുകളത് വിശ്വസിക്കാനും പോകുന്നില്ല. അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ട പ്രതിഭാസമായിരുന്നു. ആ പ്രതിഭാസം ഇനി ഉണ്ടാവണം എന്നില്ല. കാരണം അത്ര കർശനമായ നിലപാട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ മതവിഭാഗങ്ങൾക്കും എതിരെ എടുത്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കെതിരെ എടുത്തിരുന്നു. പൊതുസമൂഹത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അത് അന്ന് എടുക്കപ്പെട്ടിരുന്നത്. കാരണം അന്ന് അധ്യാപകർക്കൊന്നും ശമ്പളമില്ല, ഒന്നുമില്ല. വെറുതെ അടിമകളെ പോലെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഈ അധ്യാപകരെ മുഴുവനും അധ്യാപകരാക്കി മാറ്റുകയും മനുഷ്യരാക്കി മാറ്റുകയും ചെയ്യുന്ന വിദ്യാഭ്യാസമില്ലെന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അതിനെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു പള്ളിക്കാരും അതേപോലെ തന്നെ ഈ ഒരു ബന്ധമില്ല. വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിമോചന സമരത്തിൻ്റെ ആളാണ് ഇവൻ എന്ന് വിളിച്ചു പറയാന്നല്ലാണ്ട് എന്ത് കാര്യം? ഒരു കാര്യം. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാം.
പി ജയരാജൻ്റെ ഒരു പ്രസ്താവന കുറേ ദിവസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അതായത് കേരളം ഒരു ISISൻ്റെ ഹബ്ബായിട്ട്, റിക്രൂട്ട്മെൻറ്റ് ഹബ്ബായിട്ട് മാറുന്നു എന്ന് അദ്ദേഹം ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. പിന്നീട് അദ്ദേഹം തിരുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് ദീപിക പോലുള്ള പത്രങ്ങൾ അവരുടെ എഡിറ്റോറിയലിൽ എഴുതിയിട്ടുണ്ടായി, സത്യമാണ് അദ്ദേഹം പറഞ്ഞത്, ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇത്രയും കാലമായിട്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഹിന്ദുത്വ ശക്തികൾ അല്ലെങ്കിൽ വലതുപക്ഷ ശക്തികൾ നമ്മുടെ നാട്ടിൽ വേരൂന്നിയിരിക്കുന്നത്. അവർ ചെയ്തൊരു മഹാപാപത്തിൻ്റെ ഭാഗമാണ് ഇത് പേറുന്നത് എന്നാണ് പറയുന്നത്. അല്ല, അതിലൊക്കെ ഉള്ള പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം വിരുദ്ധ പൊളിറ്റിക്സ് മാത്രമാണ് ശരിക്കും പറഞ്ഞത്. അത് ജയരാജൻ പറഞ്ഞതും അത് തന്നെയാണ്, അതേപോലെ തന്നെ ദീപിക പറഞ്ഞതും അത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ISIയുടെ ഹബ്ബായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിയമപരമായിട്ട് നടപടി എടുക്കണം, അവന്മാരൊക്കെ പിടി ജയിലിലിടണം, അതെല്ലാം ചെയ്യേണ്ടത്. കാരണം അവർ രാജ്യദ്രോഹികളാണ്. അത് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ നാട്ടിലെ തീവ്രവാദ ശക്തികളെ അല്ലെങ്കിൽ ഇസ്ലാം ഫണ്ടമെൻ്റലിസ്റ്റുകളെ എതിർക്കുക എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ മാത്രം ഒരു പണിയായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. മറ്റു പാർട്ടികൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ല, തീർച്ചയായിട്ടും അതിനെ മുസ്ലിം തീവ്രവാദമായാലും മറ്റേത് തീവ്രവാദമായാലും തീവ്രവാദികൾ മനുഷ്യവിരുദ്ധരാണ്. കാരണം മനുഷ്യരെ കൊല്ലലാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യദ്രോഹികളായി മാറിത്തരാണ്. അവർക്കെതിരെ കർശനമായ നിലപാടെടുക്കുക എന്നുള്ളതാണ്. അത് BJPയുടെ ഉത്തരവാദിത്വം, BJPയുടെ കുത്തക ഒന്നുമല്ല. ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ജനാധിപത്യ പാർട്ടികൾക്കും അതേപോലെ തന്നെ മതവിശ്വാസികൾക്കും, എല്ലാ തരത്തിലുള്ള മതവിശ്വാസികൾക്കും എടുക്കേണ്ടതായിട്ടുള്ള നിലപാടാണ്. ജോസഫ് സാറിൻ്റെ കൈവെട്ടിക്കൊണ്ടുപോയില്ലേ അവരെ? അതൊക്കെ എങ്ങനെ ന്യായീകരിക്കാനായിട്ട് പറ്റും? അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ നിലപാട്. അതില്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള ഞെളിഞ്ഞ വർത്തമാനം പറയാനായിട്ട് കഴിയുക. അതാണ് ഇപ്പോൾ CPMൻ്റെ സെക്രട്ടറിയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ പാർട്ടിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് നടക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.